ഓഗസ്റ്റ് 10 വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ. സഭയിലെ ഏറ്റവും പ്രശസ്തരും ധീരരുമായ രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ ലോറൻസ്. സ്പെയിനിൽ ജനിച്ച ലോറൻസ് അവിടെ വെച്ചാണ് അന്നത്തെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ സിക്സ്റ്റസിനെ പരിചയപ്പെടുന്നത്. സിക്സ്റ്റസ് പിന്നീട് രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോറൻസിനെ റോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാർപ്പാപ്പ ലോറൻസിനെ റോമിലെ 7 ഡീക്കന്മാരുടെ തലവനായി നിയമിച്ചു. സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുക, ദരിദ്രർക്കും ദാസന്മാർക്കും സഹായങ്ങൾ വിതരണം ചെയ്യുക എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതലകൾ. AD 258 വലേറിയൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ കടുത്ത പീഡനങ്ങൾ അഴിച്ചുവിട്ടു. ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം സിക്സ്റ്റസ് മാർപ്പാപ്പയെയും മറ്റു ഡീക്കന്മാരെയും റോമാക്കാർ വധിച്ചു. മാർപ്പാപ്പയുടെ മരണശേഷം റോമൻ അധികാരികൾ ലോറൻസിനോട് സഭയുടെ കൈവശമുള്ള സ്വർണവും വെള്ളിയും മറ്റു സമ്പത്തുക്കളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ സമയം ചോദിച്ച ലോറൻസ് സഭയുടെ പക്കലുണ്ടായിരുന്ന പണമത്രയും ദരിദ്രർക്കും രോഗികൾക്കും വിധവകൾക്കും വീതിച്ചു നൽകി. 3-ാം ദിവസം ലോറൻസ് റോമിലെ പാവങ്ങളെയും രോഗികളെയും സാധുക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ മുന്നിൽ നിർത്തി. ഇതാണ് സഭയുടെ യഥാർത്ഥ നിധികൾ എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. ഇതിൽ കോപിതനായ ചക്രവർത്തി ലോറൻസിനെ ജീവനോടെ ചുട്ടുകൊല്ലാൻ ഉത്തരവിട്ടു. ഒരു ഇരുമ്പ് ഗ്രില്ലിൽ കിടത്തിയാണ് അദ്ദേഹത്തെ വധിച്ചത്. മരണവേദനയിലും അദ്ദേഹം കൊലയാളികളോട് തമാശയായി പറഞ്ഞു, "ഞാൻ ഒരു വശം വെന്തു കഴിഞ്ഞു, ഇനി എന്നെ മറിച്ചിട്ട് കഴിച്ചുകൊള്ളൂ." ഈ അചഞ്ചലമായ വിശ്വാസമാണ് അദ്ദേഹത്തെ വലിയൊരു വിശുദ്ധനാക്കിയത്. വിശുദ്ധ ലോറൻസിന്റെ ധീരമായ രക്തസാക്ഷിത്വം റോമിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാൻ കാരണമായി. പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുണയും മരണത്തെപ്പോലും ഭയക്കാത്ത വിശ്വാസവും ഇന്നും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രചോദനമാണ്. പാചകക്കാരുടെയും തീച്ചൂളയിൽ പണിയെടുക്കുന്നവരുടെയും ലൈബ്രറിയന്മാരുടെയും മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ സഭ വണങ്ങുന്നത്. സഹജീവികളെ സ്നേഹിക്കാനും പ്രതിസന്ധികളിൽ പതറാത്ത വിശ്വാസം കാത്തുസൂക്ഷിക്കാനും വിശുദ്ധ ലോറൻസിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ. എല്ലാവർക്കും രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നേരുന്നു.